പാകിസ്ഥാന്റെ വെല്ലുവിളികൾക്ക് കളിക്കളത്തിൽ ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യക്ക് T20 വേൾഡ് കപ്പിൽ 61 റൺസിന്റെ ഗംഭീര വിജയം. ഇന്ത്യ നേടിയ 175-7 എന്ന സ്കോർ ചേസ് ചെയ്ത പാകിസ്ഥാൻ വെറും 114 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 40 പന്തിൽ നിന്നും 77 റൺസ് നേടി ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനം നടത്തിയ ഇന്ത്യൻ ഓപ്പണർ ഇഷാൻ കിഷനാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ പാക് പോരാട്ടത്തിൽ ടോസ് വിജയിച്ച പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു. സഞ്ജു സാംസണിന് പകരം അഭിഷേക് ശർമ്മയും അർഷ്ദീപ് സിംഗിന് പകരം കുൽദീപ് യാദവും ഇന്ത്യൻ ഇലവനിലേക്ക് എത്തി. എന്നാൽ ആദ്യ ഓവർ അവസാന പന്തിൽ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് അഭിഷേക് ശർമ്മ 0-ന് മടങ്ങി. ഈ വേൾഡ് കപ്പിൽ കളിച്ച 2 മത്സരങ്ങളിലും അഭിഷേക് 0-നാണ് പുറത്തായത്. കഴിഞ്ഞ 6 T20 മത്സരങ്ങളിൽ 4ാം തവണയാണ് അഭിഷേക് 0-ന് ഔട്ടായി മടങ്ങുന്നത്. എന്നാൽ മറുഭാഗത്ത് കത്തിക്കയറിയ ഇഷാൻ കിഷൻ തകർപ്പൻ അടികളിലൂടെ ഇന്ത്യൻ സ്കോറിംഗ് അതിവേഗത്തിലാക്കി. വെറും 27 പന്തിൽ നിന്നും 50 നേടിയ കിഷാൻ മാരക ഫോമിലായിരുന്നു. എന്നാൽ 9ാം ഓവറിൽ സൈം അയൂബ് ഇഷാൻ കിഷനെ ബൗൾഡ് ചെയ്ത് മടക്കി. 40 പന്തിൽ 10 ഫോറും 3 സിക്സ് സഹിതം 77 റൺസായിരുന്നു കിഷൻ നേടിയത്. ആങ്കർ റോളിൽ കളിച്ച തിലക് വർമ്മയെ അയൂബ് തന്നെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി പുറത്താക്കുകയായിരുന്നു. 24 പന്തിൽ 2 ഫോറും 1 സിക്സും ഉൾപ്പെടെ 25 റൺസായിരുന്നു തിലക് നേടിയത്. തൊട്ടടുത്ത പന്തിൽ പാണ്ഡ്യ കൂട്ടിനടിക്ക് ശ്രമിച്ച് വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി. പിന്നീട് വമ്പനടിക്ക് ശ്രമിച്ച സൂര്യകുമാർ യാദവ് ഉസ്മാൻ താരിഖിന് വിക്കറ്റ് നൽകി തിരിച്ചു കയറുമ്പോൾ 29 പന്തിൽ 32 റൺസ് നേടിയിരുന്നു. അവസാന ഓവറിൽ റിങ്കു സിംഗിന്റെ കൂട്ടിനടികളുടെ സഹായത്തോടെ 175-7 എന്ന നിലയിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പാകിസ്ഥാന് 4ാം പന്തിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ ഓപ്പണർ ഫർഹാനെ 0-ന് പുറത്താക്കി ആദ്യ പ്രഹരം ഏൽപ്പിച്ചു. അടുത്ത ഓവറിൽ ബുംറ സൈം അയൂബിനെ കൂടി മടക്കിയതോടെ പാകിസ്ഥാൻ തുടക്കത്തിലെ ബാക്ക് ഫുട്ടിലായി. അതേ ഓവർ അവസാന പന്തിൽ ക്യാപ്റ്റൻ സൽമാൻ ആഗ കൂടി ബുംറയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയതോടെ 13-3 എന്ന നിലയിൽ പാകിസ്ഥാൻ എത്തി. പാക് സൂപ്പർ താരം ബാബർ അസം 5 റൺസ് മാത്രമെടുത്ത് അക്ഷർ പട്ടേലിന് മുമ്പിൽ ക്ലീൻ ബൗൾഡായി മടങ്ങി. പാക് നിരയിൽ പൊരുതിയ ഏക ബാറ്ററായ ഉസ്മാൻ ഖാനെ അക്ഷറിൻ്റെ പന്തിൽ കിഷൻ സ്റ്റംപ് ചെയ്ത് പുറത്താക്കിയതോടെ പാകിസ്ഥാൻ്റെ 5ാം വിക്കറ്റും നിലംപൊത്തി. 34 പന്തിൽ 6 ഫോറും 1 സിക്സും ഉൾപ്പെടെ 44 റൺസായിരുന്നു ഉസ്മാൻ നേടിയത്. പിന്നീട് ചിത്രത്തിലെ ഇല്ലാതായിരുന്ന പാകിസ്ഥാൻ ബാറ്റർമാർ ഓരോരുത്തരായി വിക്കറ്റ് ഇന്ത്യക്ക് ദാനം നൽകി മടങ്ങി. ഒടുവിൽ 18ാം ഓവർ അവസാന പന്തിൽ ഉസ്മാൻ താരിഖിനെ ബൗൾഡ് ചെയ്ത് 114 റൺസിൽ പാകിസ്ഥാനെ എറിഞ്ഞിട്ട് ഇന്ത്യ സൂപ്പർ 8ലേക്ക് ചുവടുവെച്ചു. T20 വേൾഡ് കപ്പിൽ ഇത് 8ാം തവണയാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.